കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടിക്കാഴ്ച ഇന്ന് നടക്കും. ഇന്ന് 1 മണിക്കാണ് കൂടിക്കാഴ്ച. ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ച ചർച്ചയാകും. സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെടും. മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രി പി എ മുഹമ്മദ് റിയാസും ചർച്ചയിലുണ്ട്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ റോഡ് നിർമ്മാണത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം കേന്ദ്രം തന്നെ അംഗീകരിച്ചതാണ്. അപ്പോൾ അതിന്മേൽ വേഗത്തിൽ തന്നെ അറ്റകുറ്റപ്പണി എന്നുള്ള കാര്യമാണോ സംസ്ഥാന സർക്കാർ പ്രാഥമികമായി ഉന്നയിക്കുന്നത്? ഇന്നത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ട അജണ്ടയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാനാകുന്നു നോബിൾ? കേരളത്തിലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം സമയത്തിന് ശേഷം 1 മണിയോട് കൂടി തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തും. നമ്മൾ അദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിലാണ് ഉള്ളത്. ഇവിടെ എത്തിയാണ് കൂടിക്കാഴ്ച എന്താണെങ്കിലും നടക്കാൻ പോകുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദേശീയപാത വികസനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം കൂരിയാട് അടക്കമുള്ള മേഖലകളിൽ ഈ ദേശീയപാതയിൽ ഇടിവ് ഉണ്ടായതടക്കമുള്ള വിഷയങ്ങൾ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ഏത് തരത്തിലായിരിക്കും ബദൽപാത അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച ഉണ്ടാകും എന്നാണ് മന്ത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും ഈ ദേശീയപാത വികസനം സമയബന്ധിതമായി, അതായത് ഈ സാമ്പത്തിക വർഷം തന്നെ പൂർത്തിയാക്കണം എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളടക്കം എന്താണെങ്കിലും വിശദമായി ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, അതോടൊപ്പം തന്നെ ദില്ലിയിലെ കേരളത്തിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് അടക്കമുള്ളവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഇങ്ങോട്ട് എത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിക്കും. ദേശീയപാതയിലുണ്ടായ, പ്രത്യേകിച്ച് കൂരിയാട് അടക്കമുള്ള മേഖലയിൽ ഉണ്ടായ ദേശീയപാത തകർച്ച വലിയ തരത്തിൽ തന്നെ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രയും വേഗം ഇത് പൂർത്തിയാക്കാൻ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു തകർച്ചയടക്കം ഉണ്ടായത്. സ്വാഭാവികമായും ഈ കൂടിക്കാഴ്ചയിൽ ഇത് ചർച്ച ചെയ്തുകൊണ്ട് ഇതിൻ്റെ ബദലടക്കമുള്ള കാര്യങ്ങൾ പോവുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ആ ചർച്ചകളാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രധാനമായും ഈ സർക്കാരിൻ്റെ കാലയളവ്, അതായത് ഈ സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ മാർച്ച് 31 മുമ്പ് തന്നെ ഈ ദേശീയപാത വികസനം കേരളത്തിലെ പൂർത്തിയാക്കണം എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. അതായത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അതുവേണ്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണം എന്താണെങ്കിലും ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഉദ്യോഗസ്ഥരടക്കം ഇങ്ങോട്ട് എത്തിക്കൊണ്ടാണ് ഈ ചർച്ച എന്താണെങ്കിലും നടത്താൻ പോകുന്നത് എന്തും പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും ചർച്ചയിൽ വളരെ പോസിറ്റീവായ കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇന്നിപ്പോൾ മന്ത്രിമാരടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഗതാഗത മന്ത്രാലയത്തിലേക്ക് മുഖ്യമന്ത്രി എത്തും. കേരള ഹൗസിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിക്കൊണ്ട് ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്.